അപ്പോൾ ഗൈസ് ഞാൻ കളിക്കാൻ വന്ന ലെറ്റ്സ് പ്ലേ വേൾഡിലാണ്. അത്യാവശ്യം വലിയൊരു ഗ്രൈൻഡിങ്ങിലായിരുന്നു ഇവിടെ. നിങ്ങൾക്ക് എൻ്റെ ഡിസ്പ്ലേ നോക്കിയാൽ മനസ്സിലാവും. ഞാൻ കപ്പാസിറ്റി കുറച്ചിട്ടാണുള്ളത്. ഇതിലിപ്പോൾ 343 ഉള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ 285 ഏകദേശം 60 ദിവസം ഞാൻ കളിച്ച്. ഇത്രയും ദിവസം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയമണ്ട് ആർമർ ആക്കാനുള്ള കഷ്ടപ്പാടില്ലേന്. അതായത് ആ ഒരു എമറാൾഡ് ഒപ്പിക്കാൻ കുറേ കഷ്ടപ്പെട്ടു. ഞാൻ ഇപ്പോൾ കുറച്ച് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്, അത് കാണിച്ചു തരാം. ഓക്കെ, സോ അപ്പോൾ ഞാൻ എൻ്റെ അയൺ ഫാമിൻ്റെ അവിടെ ഇങ്ങനെ ഒരു മരം ഫാം ചെയ്യാനുള്ളൊരു സെറ്റപ്പ് ആക്കി. എന്നിട്ട് ഇവിടുന്ന് മരം ഫാം ചെയ്ത് സ്റ്റിക്കാക്കി ഇവിടുത്തെ വില്ലേജർസ് തന്നെ ട്രേഡ് ആക്കും. പിന്നെ ഇവിടുന്ന് കിട്ടുന്ന അയണും കൊണ്ടുപോയിട്ട് ഞാൻ എൻ്റെ ആ ഒരു ആർമർ ഇറക്കും എല്ലാം കൊടുത്ത് എമറാൾഡ് ഒപ്പിക്കും. ഓക്കെ, ഇത്ര മാത്രമല്ല ഞാൻ ചെയ്തത്. ഈ 60 ദിവസത്തിൽ ചില രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ പോയി ആ സ്വാമ്പിൽ ആ ഒരു സ്ലൈം ബോൾ ഒപ്പിക്കാനുള്ള പണിയിലായിരുന്നു. എന്നിട്ടും എനിക്ക് ആകെ കിട്ടിയത് ഒന്നാണ്, അധികമൊന്നും കിട്ടിയിട്ടുമില്ല. അപ്പോൾ സ്ലൈം ബോൾ ഇനിയും കിട്ടിയിട്ടില്ല. സ്ലൈം ബോൾ എനിക്കൊരു ഫാം ഉണ്ടാക്കാനാണ് ഞാൻ പറഞ്ഞതിന്. ഏതാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. ഒരു ബോൺ മീൽ ഫാമാണ്. ആ ഒരു ഫാം ഉണ്ടാക്കിയാൽ പിന്നെ എനിക്ക് വേറൊരു കാര്യം നോക്കേണ്ട ആവശ്യമില്ല, എല്ലാം അതിൽ തന്നെ കിട്ടും. ഓക്കെ, ഞാൻ എൻ്റെ ആ ഒരു ട്രേഡിങ് ഹാളിലേക്ക് പോകാൻ വേണ്ടിയിട്ടൊരു നെതർ പോർട്ടൽ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അവിടത്തേക്ക് പോയി കാണിച്ചുതരാം. ഇവിടെ ആണെങ്കിൽ ഞാൻ ഫുൾ ആ ഒരു ടൂൾസും ആർമറെല്ലാം കിട്ടാനുള്ള കുറേ വില്ലേജസിനെ സെറ്റാക്കി. പിന്നെ ഒരു അൺബ്രേക്കിങ്ങും മെൻഡിങ്ങും കൂടി വിൽക്കുന്ന കുറേ എണ്ണത്തിന് ഞാൻ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ദിവസം ആവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഒരു ട്രേഡ് റീസൈക്കിൾ ചെയ്തുകൊണ്ട് നിൽക്കണം. അപ്പോൾ അതായത് ഈ ഒരു ആർമറർ കറക്റ്റ് തരണമെന്നില്ല. ഇപ്പോൾ ഈ ഒരു ഹെൽമെറ്റ് എനിക്ക് കിട്ടിയത് ഇവരെ 4-5 വട്ടം കൊന്നിട്ട് 4ാമത്തെ ആളാമത്തെ ഇവ അങ്ങനെ ആ ഒരു റീസൈക്കിൾ ചെയ്താണ് എൻ്റെ ഒരു ഇത്രയും ദിവസം ആയത് ആ ഒരു എമറാൾഡ് ഒപ്പിക്കാൻ. അപ്പോൾ ഇനിയും ആ ഒരു എമറാൾഡിൻ്റെ ആഴ്ച നല്ലോണം ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു റെയ്ഡ് ഫാം അടുത്ത് തന്നെ എനിക്ക് സെറ്റാക്കണം. മിക്കവാറും അടുത്ത എപ്പിസോഡിൽ സെറ്റാക്കും. പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു എൻചാൻറ്റ്മെൻറ്റിൽ സെറ്റാക്കണം. അപ്പോൾ ഇവിടെ ഒരു ബിൽഡ് ട്രെയിനിങ് ഹാളിന് ഒരു ബിൽഡ് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞിന്. അപ്പോൾ ആ ഒരു ബിൽഡ് ഒന്ന് പെട്ടെന്ന് ചെയ്തെടുക്കണം. എന്നിട്ട് എല്ലാ എൻചാൻറ്റ്മെൻറ്റ് ബുക്കും കിട്ടുന്ന വില്ലേജേഴ്സിനെ സെറ്റാക്കണം. അതായത് ടൂൾസിനും ആർമറിനെല്ലാം വേണ്ടിയിട്ടുള്ള എല്ലാ എൻചാൻറ്റ്മെൻറ്റ് ബുക്കും വിൽക്കുന്ന ആ ഒരു വില്ലേജേഴ്സിനെ ഒപ്പിക്കണം. അപ്പോൾ നമുക്ക് ആ ഒരു ബിൽഡിൻ്റെ ഐഡിയ ഒന്നും കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതായത് ആ ട്രേഡിങ് ഹാളിന് പറ്റിയ നല്ല എന്തെങ്കിലും ഐഡിയാസ് എല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ നെതർ ഹബ്ബെല്ലാം സെറ്റ് ചെയ്യണം. ഇപ്പോൾ ഞാൻ അധികം നെതറിലാണ് പോകുന്നത്. ഓക്കെ, ഇവിടുന്ന് നമുക്ക് ആ ഒരു എമറാൾഡ് എടുക്കാം. കാരണം ആ ഒരു 7 സ്റ്റാക്കോളം ഒപ്പിച്ചിട്ടുണ്ട് എമറാൾഡ്. ഇവിടെ ഉണ്ടായ ആ ഒരു വില്ലേജറിൻ്റെ ആ ഒരു സംഭവം ഞാൻ പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി അധികം സമയം ലേറ്റ് ആക്കാണ്ട് ഒരു ഡയമണ്ട് ആർമറും ടൂൾസെല്ലാം വാങ്ങുന്നൊന്ന് കാണിച്ചില്ല. ഓൾറെഡി ഞാൻ 2 ടൂൾസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു പിക്കാക്സും ഒരു ആക്സും. ആക്സിലാണെങ്കിൽ ഞാൻ മെൻഡിങ്ങും അൺബ്രേക്കിങ്ങും കൂടി സെറ്റാക്കിയത്. കാരണം ആ ഒരു ആക്സ് പോയി പൊട്ടാനായി, കാരണം അത്രക്കും മരം ഫാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും എനിക്ക് മെൻഡിങ്ങും അൺബ്രേക്കിങ്ങും ആഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ബാക്കിയൊന്നും ഞാൻ ആഡ് ആക്കിയിട്ടില്ല, എല്ലാം ഇപ്പം തന്നെ ആഡ് ആക്കാം. പിന്നെ ഫുഡിന് നല്ല രീതിയിൽ പ്രശ്നമുണ്ട്. ഫുഡിനും കൂടി എന്തെങ്കിലും ഒരു സെറ്റപ്പ് ചെയ്യണം. അപ്പോൾ ആ ഒരു ഫിഷ് ഫാമിൽ നിന്ന് കിട്ടുന്ന ഫിഷ് ഞാൻ കുക്ക് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കുക്ക് ചെയ്യാനും ഉള്ളത് തീർന്നു. ഇനിയിപ്പോൾ കുക്ക് ചെയ്യാനുള്ള ഫിഷൊന്നും ഫിഷ് ഫാമിലില്ല. ഫിഷ് ഫാം ഞാൻ ഓഫാക്കിയിട്ടിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ അത് വർക്കിംഗ് അല്ല. ഓക്കെ, ആദ്യം തന്നെ ആർമറെല്ലാം വാങ്ങാം. ഇവൻ പ്രൊജക്റ്റൈൽ പ്രൊട്ടക്ഷനാണ് തരുന്നത്. ഒരു ബൂട്ട് വാങ്ങി, ഇവരും പ്രൊജക്റ്റൈൽ പ്രൊട്ടക്ഷൻ്റെ ഒരു ആർമർ അതും വാങ്ങി. ഇവന് ഇത്രയും നല്ലൊരു എൻചാൻമെൻ്റ് ഉള്ളൊരു ലെഗിൻസ് വരുന്നുണ്ട്, അതും കൂടി വാങ്ങാം. ഇവനും പ്രൊജക്റ്റൈൽ പ്രൊട്ടക്ഷൻ ഉള്ളൊരു ഹെൽമെറ്റാണ്. അങ്ങനെ ഞാൻ ആർമർ മൊത്തം വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഫുള്ള് ഡയമണ്ട് ആർമർ ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടൂൾസും മറ്റേ വെപ്പണെല്ലാം വാങ്ങാണ്ട് ഞാൻ അതും കൂടി ഒന്ന് വാങ്ങട്ടെ. ആദ്യം തന്നെ ഷവല്. ഓക്കെ, ഷവല് വാങ്ങി. ഇനി അടുത്ത ടൂൾസ് അല്ല, ഇനി ഒരു സോഡും കൂടി മതി. അതിതാ ഇവൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, ഇവിടെ 16 എമറാൾഡിനൊരു സോഡും കൂടി കിട്ടി. ഓക്കെ, ഇപ്പം ഞാൻ അങ്ങനെ കംപ്ലീറ്റ് ഡയമണ്ട് ആർമറും ടൂൾസും ആയിട്ടുണ്ട്. ഇനി ഇതിലെല്ലാം മെൻഡിങ്ങും അൺബ്രേക്കിങ്ങും ആഡ് ചെയ്യണം. ഞാൻ ഇന്ന് കുറച്ച് ബുക്ക് എടുത്തിട്ട് വരട്ടെ. ഓക്കെ, ഞാൻ ബുക്ക് എടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ആക്സിൽ ബാൻ ഓഫ് ആർത്ത് ബോർഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു എൻജോയ്മെൻ്റ് ഉണ്ട്. അതെന്താണെന്ന് ആർക്കും അറിയുമെന്ന് പറയണേ. അതെന്താണെന്ന് എനിക്കറിയില്ല, എന്തിനാണെന്നും അറിയില്ല. അത് അധികം അറിയുമെങ്കിൽ ഒന്ന് പറയണേ. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു മെൻഡിങ് ഒരു 7 എണ്ണം വേണം. പെട്ടെന്നാണ് വേണ്ടത്, പക്ഷെ ഞാൻ എൻ്റെ ആക്സിൽ ആഡ് ആക്കിയോണ്ട് തന്നെ ഒരു 7 എണ്ണം മതി. ഇപ്പോൾ 7 എണ്ണം വാങ്ങാൻ എന്നിട്ട് എമറാൾഡ് ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വാങ്ങണം, കാരണം എൻ്റെ ഷീൽഡിന് ആഡ് ആക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ 8 വെച്ചിട്ട് 2 വാങ്ങിയിട്ടുണ്ട്. അൺബ്രേക്കിങ്ങും മെൻഡിങ്ങും 8 ബുക്ക് വെച്ച് വാങ്ങിയിട്ടുണ്ട്. ഇനി എൻ്റെ ആ ഒരു മോബ് ഫാമിൽ പോയിട്ട് അവിടെയാണ് എൻ്റെ ആൻവിലുള്ളത്. അവിടെ നിന്ന് തന്നെ വേണമെങ്കിൽ SPL ഒപ്പിക്കുക. അതുകൊണ്ട് അവിടെ പോയിട്ട് എല്ലാത്തിലും മെൻഡിങ്ങും അൺബ്രേക്കിങ്ങും ആഡ് ചെയ്യാം. അതിന് മുന്നേ ഈ എൻ്റെ ആർമറിലല്ലോ ഏതെല്ലോ എൻജോയ്മെൻ്റാണ് ഉള്ളത്. അതായത് പ്രൊജക്റ്റൈൽ പ്രൊട്ടക്ഷൻ അങ്ങനത്തെ എന്തെല്ലോ ആണുള്ളത്. അതെല്ലാം ആദ്യം ഒന്ന് ഗ്രൈൻഡ് സ്റ്റോണിൽ ഇട്ടിട്ട് മാറ്റണം. എന്നിട്ട് ഞാൻ പിന്നെ ഭാവിയിൽ എനിക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ്റെ ബുക്കെല്ലാം കിട്ടുമ്പോൾ ഞാൻ അതും എല്ലാം ആഡ് ആയിക്കോളും.
എൻ്റെ ഗ്രൈൻഡ് സ്റ്റോൺ ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു വില്ലേജറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഓരോ ആർമറായിട്ട് കൊടുത്തിട്ട് എൻജാൻമെൻറ്റ് കളയാം. ഈ എൻജാൻമെൻറ്റ് കളയാം. ഇതിലിപ്പോൾ പ്രൊജക്റ്റൈൽ പ്രൊട്ടക്ഷനാണ്. ഇപ്പം എനിക്ക് വേണ്ടാത്തൊരു സാധനമാണ്. അപ്പോൾ അതിനെ എടുത്തിട്ടുണ്ട്. ഇൻവെൻറ്ററി മൊത്തം ഫുള്ളായി ഈ ബുക്കിനെ കൊണ്ട്. എൻ്റെ ചെസ്റ്റ് പ്ലേറ്റ് അതിലും പ്രൊജക്റ്റൈൽ പ്രൊട്ടക്ഷനാണ്, അതും കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, ലെഗിൻസ് ഞാൻ കളയുന്നില്ല, കാരണം ഇതിൽ പ്രൊട്ടക്ഷൻ തന്നെയാണുള്ളത്. പ്രൊട്ടക്ഷൻ, ത്രോൺസ്, പിന്നെ അൺബ്രേക്കിംഗ് ആണ് ഉള്ളത്. അപ്പോൾ അത് അടുത്ത് നിന്നോട്ട്. പിന്നെ ഈ ഒരു ബൂട്ടാണ് നമുക്ക് കളയേണ്ടത്. ബൂട്ടിൽ പ്രൊജക്റ്റൈൽ പ്രൊട്ടക്ഷനാണ്. അങ്ങനെ ബൂട്ടിൻ്റെ എൻജാൻമെൻറ്റും കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെല്ലാം മറ്റേ അൺബ്രേക്കിങ്ങും മെൻഡിങ്ങും കൂടെ ആഡ് ആക്കിയാൽ മതി. അപ്പോൾ ഞാൻ എൻ്റെ മോബ് ഫാമിൽ പോട്ടെ. ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് അത്യാവശ്യം SP ഉണ്ട്. ഇതെന്നെ മതിയോന്ന് അറിയില്ല. ഇതിനെ കൊണ്ട് ഇപ്പോൾ എൻ്റെ സോഡിൽ അൺബ്രേക്കിംഗ് ഒന്നുണ്ടെന്നാലും മെൻഡിങ്ങും അൺബ്രേക്കിങ്ങും ആഡ് ആക്കാം. മെൻഡിങ് ആഡ് ആക്കി. അൺബ്രേക്കിംഗ് 3 എൻ്റെ സോഡിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആക്സിൽ ഞാൻ ഓൾറെഡി ആഡ് ചെയ്തേന്ന്. ഇതൊരു ഫുൾ എൻജാൻ ചെയ്ത ആക്സ് ആണ്. ഇനി അധികം എൻജാൻമെൻ്റ് ഇല്ല. എഫിഷ്യൻസി 5 ആഡ് ആക്കാനുണ്ട്, അതേ ഉള്ളൂ. പിക്കാക്സിലേക്ക് അൺബ്രേക്കിംഗ് 3 മെൻഡിങ്. ഓക്കെ, പിക്കാക്സിൽ ആഡ് ആക്കി. ഇനി ഷവലിലേക്ക് മെൻഡിങ്ങും അൺബ്രേക്കിംഗ് 3 ആഡ് ആക്കാം. അപ്പോൾ ടൂൾസിൽ മൊത്തം ഞാൻ ആക്കിയിട്ടുണ്ട്. എല്ലാത്തിലും ഇപ്പോൾ അൺബ്രേക്കിംഗ് 3 മെൻഡിങ്ങും ഉണ്ട്. ഇനി മെല്ലെ മെല്ലെ ആർമറിലാക്കാം. എല്ലാം ഇപ്പോൾ കഴിച്ചെടുക്കാം. ഓക്കെ, ഇനി ആദ്യം ബൂട്ട്സിൽ ആഡ് ആക്കാം. മെൻഡിങ് അൺബ്രേക്കിംഗ് 3. ചെസ്റ്റ് പ്ലേറ്റ് മെൻഡിങ് അൺബ്രേക്കിംഗ് 3. ഈ ലെഗിൻസ് മെൻഡിങ് അൺബ്രേക്കിംഗ് 3. ഇനി ഒരു ഹെൽമെറ്റിലും കൂടി ആക്കിയാൽ എൻ്റെ ആർമർ മൊത്തമായി. ഇപ്പോൾ മെൻഡിങ് അൺബ്രേക്കിംഗ് 3. അയ്യോ, ഇതാ ഞാൻ പറഞ്ഞു, ഇവിടെ തന്നെ വന്നാൽ ഇവിടെ ഇങ്ങനെ കുറച്ച് ആൾക്കാരെല്ലാം വരും. അപ്പോൾ ഓരെല്ലാം വന്നാൽ നമുക്ക് XP കിട്ടും. ഓക്കെ, അങ്ങനെ ചെസ്റ്റ് പ്ലേറ്റിൽ അല്ല ഹെൽമെറ്റിലും കൂടി ആ ഒരു അൺബ്രേക്കിംഗ് ആഡ് ആക്കിയാൽ ഞാൻ മൊത്തം ആർമറിലും കൂടി അൺബ്രേക്കിങ്ങും മെൻഡിങ്ങും ആഡ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ടൂൾസും ആർമറിൽ സെറ്റായി. ഇനി ആ ഒരു ഷീൽഡും കൂടി ആക്കണം. ഞാൻ അതും കൂടി ആക്കിയിട്ട് ഇപ്പോൾ വരാം. കേസ് എൻ്റെ ഷീൽഡിലും കൂടി ഞാൻ അതാക്കിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഫുള്ളും എൻ്റെ ആർമറിലുള്ള ടൂൾസിലും എല്ലാത്തിലും മെൻഡിങ്ങും അൺബ്രേക്കും ആഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ആക്സ് പൊട്ടാനായിട്ടുണ്ട്. അതിൽ ഞാൻ ഓഫ് ക്യാമറയിൽ വന്ന് മെൻഡ് ചെയ്തോളൂ. അപ്പം ഞാൻ എൻ്റെ ഈ ഒരു ഇതിൽ കുറച്ച് പ്ലാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞതെന്ന്, എന്നാലും കുറച്ചും കൂടി ക്ലിയർ ആക്കിയിട്ട് എല്ലാവർക്കും പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ കൺട്രോൾസ് കുറച്ചും കൂടി മാറ്റിയിട്ടുണ്ട്. അതായത് ഈ ഒരു HUDയിൽ കുറച്ച് ചെറുതാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ പകുതി സംഭവം ഈ HUDയിലും വെച്ച് പോകും. ഞാൻ ഈ ഒരു ജോയ്സ്റ്റിക്ക് തന്നെയാണെന്ന് തോന്നി ഇതിന് പറയാം. ഈ ഒരു സംഭവത്തിൽ കുറച്ച് ഒപ്പാസിറ്റിയിൽ കുറച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു വേൾഡ്. ഇവിടെയാണ് ഞാൻ മൊത്തം ബിൽഡ് ചെയ്ത് നടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ മെയിൻ ഐലൻഡ്. ഇതെൻ്റെ ഫാമിംഗ് ഐലൻഡ്, ഇതെൻ്റെ ട്രേഡിങ് ഐലൻഡ്. ഓക്കെ, അപ്പോൾ എൻ്റെ പ്രൊജക്ട് ബോർഡിൽ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഫാമിംഗ് ഐലൻഡ് ഒന്ന് സെറ്റാക്കാനും പിന്നെ ട്രേഡിങ് ഹാളും. ഇപ്പോൾ എനിക്ക് പുതിയതായിട്ട് ചെയ്യണ്ടേ. അപ്പോൾ ഇനി എനിക്ക് ഇതിൽ ആഡ് ആക്കേണ്ടത് എന്ന് പറഞ്ഞാൽ റെയ്ഡ് ഫാമാണ്. നമുക്കൊരു വില്ലേജർ ഔട്ട് പോസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെയ്ഡ് ഫാം ഉണ്ടാക്കാൻ ഈസിയാണ്. അപ്പോൾ ഒരു റെയ്ഡ് ഫാം ഒന്ന് ഇതിൽ ആഡ് ആക്കാം. ഓക്കെ, റെയ്ഡ് ഫാം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് ചെയ്യേണ്ട ഒരു നെതർ ഹബ്ബാണ്. അതും കൂടി ഒന്ന് എഴുതി വെക്കാം. ഓക്കെ, നെതർ ഹബ്ബും കൂടി ആഡ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് നിങ്ങളുടെ കുറച്ച് ഹെൽപ്പും കൂടി വേണം. അതായത് നിങ്ങൾ കുറച്ച് ഐഡിയാസ് എല്ലാം എനിക്ക് തരണം. അതായത് എനിക്ക് ഇവിടെ ഒരു ഐലൻഡ് ഉണ്ട്. അതായത് എൻ്റെ ബേസിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ ഒരു ഐലൻഡ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഐലൻഡിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ നിങ്ങൾ പറഞ്ഞു തരണം. കുറേ ആരും എനിക്കൊന്നും കിട്ടുന്നില്ല. പിന്നെ ട്രേഡിങ് ആളുടെ ബിൽഡിൻ്റെ ഐഡിയ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും, എന്ത് ചെയ്താൽ നൈസായിരിക്കും എന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് എൻ്റെ മൊത്തം വേൾഡ് മാപ്പ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തെല്ലാം ചെയ്യണം നിങ്ങൾ പറഞ്ഞാൽ മതി. ഇനി ഈ ഒരു പ്രൊജക്ട് ബോർഡ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. എൻ്റെ കയ്യിൽ ആ ഒരു ഗ്ലോയിങ് ഇങ്ക്സൊക്കെ കിട്ടിയെന്നോ ഒന്ന് നോക്കട്ടെ. ഇതിവിടെ 10 ഉണ്ട്. ഹൈലൈറ്റ് ചെയ്യാൻ. ഓക്കെ, എല്ലാം ഞാൻ അങ്ങനെ ഹൈലൈറ്റും കൂടി ചെയ്തിട്ടുണ്ട്. ഞാൻ താഴോട്ടാക്കിയെന്ന് വെച്ചാൽ മുകളിലോട്ടാക്കിയാൽ പെട്ടെന്നൊന്നും കാണില്ല. ഇതാകുമ്പോൾ എൻ്റെ കണ്ണിൻ്റെ ആ ഒരു ലെവലാണ്. അപ്പം പെട്ടെന്ന് ഇത് കാണാൻ കഴിയും. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് മറ്റേ ആ ഒരു ഫാമിംഗ് ഏരിയയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ആ ഒരു ബസാൾട്ട് ഡെൽറ്റ ചെയ്യണോ. അതായത് പിന്നെ ഫാം ഉണ്ടാക്കിയതിൽ ബ്ലാക്ക് ആ കളറുള്ള ആ ഒരു ഡീപ് സ്ലേറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ഫ്ലോറ് ഒരു വൈറ്റ് കളറുള്ള മറ്റേ കോഡ്സിൻ്റെ പില്ലർ ആ ഒരു ടെക്സ്ചറുള്ള ആ ഒരു ബ്ലോക്ക് വെച്ച് ഫ്ലോർ ചെയ്താലോ എന്നാണ് ആലോചിക്കുന്നത്. അല്ലെങ്കിൽ സാധാ ബസാൾട്ടുകളുടെ വെച്ച് ചെയ്യണോ, നിങ്ങൾ കമൻറ്റ് ചെയ്യും എന്തായാലും. പിന്നെ ഈ ഐലൻഡിൻ്റെ ഈ ഒരു കണക്ഷനെല്ലാം എന്തായാലും മൈൻഡ് ചെയ്ത് കളയും. എന്നിട്ട് ഇതൊരൊറ്റ ഐലൻഡ് ആക്കും. ഈ ഐലൻഡ് മൊത്തം ഡീഫോറസ്റ്റ് ചെയ്യും. അതായത് മരയിൽ മുറിച്ച് കളയും. ഇവിടെ നോക്കി നിങ്ങൾക്ക് കാണാൻ കഴിയും 2 റിവീനുണ്ട്. 2 അല്ല 3 ഉണ്ട് മൊത്തം. അപ്പോൾ അവിടെ എല്ലാം എന്തെങ്കിലും സംഭവം ചെയ്യാം.
ഇപ്പം എൻ്റെ മനസ്സിൽ ട്രേഡിങ് ഹാളിലുള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കസ്റ്റം ട്രീൻ്റെ ഒരു ഐലൻഡ്, അതായത് വലിയൊരു ഫോറസ്റ്റ് ഫുള്ള് കസ്റ്റം ട്രീ വെച്ചിട്ട്, അതായത് വലിയ വലിയ കുറേ കസ്റ്റം ട്രീ വെച്ചിട്ട് ഒരു ഐലൻഡ്, അതാണ് എൻ്റെ മനസ്സിലുള്ളത്. അത് പക്ഷേ അത്ര പ്രാക്ടിക്കൽ അല്ല. നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യും എന്ത് വേണമെന്ന്. അപ്പോൾ ഓക്കെ, ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത എപ്പിസോഡിൽ വരാം. ഓക്കെ, ബൈ.